ഗൗതം ഉദയനിധി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അവിടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ട്. വിവരങ്ങൾ പറയൂ. ശ്യാമിലി, കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ കർഷകർ നടത്തിയ പ്രതിഷേധ റാലിയിലും പരിപാടിയിലും സമ്മേളനത്തിലും പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതായിട്ടുള്ള വിവാദമുണ്ടാകുന്നത്. അതിൽ സംസാരിക്കുന്നതിനിടെ, അതായത് ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെ ഉദയനിധി സ്റ്റാലിൻ നടത്തിയിട്ടുള്ള പ്രസംഗത്തിനിടയിൽ സദസ്സിൽ നിന്നും തൃഷ എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയരുകയും ആ മുദ്രാവാക്യങ്ങളെ തുടർന്ന് ഉദയനിധി സ്റ്റാലിൻ നടത്തിയിട്ടുള്ള ചില ആംഗ്യങ്ങൾ അത് അധിക്ഷേപകരമാണ് എന്നത് ചൂണ്ടിക്കാണിച്ചാണ് TVKയുടെ വനിതാ വിഭാഗവും അതോടൊപ്പം തന്നെ അഭിഭാഷക വിഭാഗം, ലീഗൽ സർവീസ് നൽകുന്ന TVKയുടെ വിങ്ങും ചേർന്നുകൊണ്ട് തഞ്ചാവൂർ പോലീസിൽ പരാതി നൽകിയത്. ഉദയനിധിയുടെ പരാമർശങ്ങളും ഉദയനിധിയുടെ പെരുമാറ്റവും അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും വളരെ വൃത്തികെട്ട രീതിയിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലാണ് ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് തഞ്ചാവൂർ പോലീസിന് പരാതി നൽകിയത്. ഈ പരാതി ഫയലിൽ സ്വീകരിച്ച തഞ്ചാവൂർ പോലീസ് കേസെടുക്കുകയും ഉദയനിധിയെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് ഉദയനിധി ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് 12 മണിക്ക് പരിഗണിക്കും. ഈ സമയത്തിനിടെ ഉദയനിധിയെ സംബന്ധിച്ച് ഈ നടത്തിയ പരാമർശങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണനയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് എന്നുള്ള നടപടിയിലേക്ക്, അല്ലെങ്കിൽ നിയമപരമായ ഒരു അറസ്റ്റ് എന്ന നടപടിയിലേക്ക് പോലീസിന് ഇപ്പോൾ കടക്കാനാകില്ല. 12 മണിക്ക് അത് പരിഗണിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ പരിഗണിക്കും, ആദ്യഘട്ടത്തിൽ തന്നെ പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാവിലെ തന്നെ ഉദയനിധിയുടെ ചെന്നൈയുടെ വസതിയിലേക്ക് മുന്നിൽ വലിയ പോലീസ് സുരക്ഷാ സന്നാഹങ്ങൾ എത്തുകയും അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുമെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഇടപെടൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ചെന്നൈയിലെ വസതിയിൽ നിന്നും ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മളിപ്പോൾ കാണുന്നത്. നിലവിലെന്തായാലും ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് TVK നൽകിയിരിക്കുന്ന പരാതിയിൽ ചെന്നൈ പോലീസിൻ്റെ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. തഞ്ചാവൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാമർശങ്ങൾ നടത്തിയോ, സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായോ, ആംഗ്യങ്ങളും ചേഷ്ടകളും കാണിച്ചോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉദയനിധിയിൽ നിന്നും പോലീസ് ശേഖരിക്കും. അതിനുവേണ്ടി ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉദയനിധിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ ജാമ്യ ഹർജി തള്ളുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ നടപടിയിലേക്ക് കടക്കാനും പോലീസ് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഈ തഞ്ചാവൂരിലെ വിവാദപരമായ പരാമർശത്തിലും പ്രതികരണത്തിലുമൊക്കെ തന്നെ ഉദയനിധി അഴിക്കുള്ളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക. എന്തായാലും നിലവിൽ ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള കാവേരി വിഷയവുമായി ബന്ധപ്പെട്ട്, കാവേരി നദീജല തർക്കം നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നൂറ്റാണ്ടുകളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതേ സാഹചര്യത്തിലാണ്, ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് തഞ്ചാവൂരിൽ കഴിഞ്ഞ ദിവസം കർഷകർ പ്രതിഷേധിച്ചത്. കർണാടകയിലെ കാവേരി നദിയിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുകയാണെന്നും മതിയായ ആവശ്യത്തിനുള്ള ജലം തമിഴ്നാടിന് ലഭിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാണിച്ചാണ് തഞ്ചാവൂരിൽ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നത്. ആ സമരത്തെ ഉദ്ഘാടനം ചെയ്തും അഭിസംബോധന ചെയ്തും സംസാരിച്ചത് ഉദയനിധി സ്റ്റാലിനാണ്. DMKയുടെ പ്രതിനിധി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും ഉദയനിധി സ്റ്റാലിൻ സംസാരിക്കുകയും ആ സംസാരിക്കുന്നതിനിടയിൽ തമിഴ്നാട്ടിലെ നിലവിലെ മുഖ്യമന്ത്രി വിജയ് ഇത്തരത്തിൽ കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നും ആ ആവശ്യങ്ങളെ ചെവികൊള്ളാതെ മറ്റ് പല ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കുമാണ് വിജയ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുമായിരുന്നു ഉദയനിധി പറഞ്ഞത്. ആ പറയുന്ന സാഹചര്യത്തിൽ വേദിയിലുണ്ടായിരുന്ന ഈ കർഷക പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളുകൾ തൃഷ എന്നുള്ള പേര് ഉച്ചരിക്കുകയും അതൊരു മുദ്രാവാക്യം പോലെ വിളിക്കുകയും ചെയ്തു. തുടർന്ന് ഈ ഉദയനിധി സ്റ്റാലിൻ നടത്തിയിട്ടുള്ള ചേഷ്ട അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലാണ് എന്നും പിന്നീട് ഞാൻ കാവേരി നദിയാണ് ഉദ്ദേശിച്ചത് എന്നത് മാറ്റി പറഞ്ഞത് പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിന് തുല്യമായ രീതിയിലുള്ള പ്രതികരണമാണ് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരാതിയാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നത്. പിന്നാലെ BJP ഉൾപ്പെടെയുള്ള സംഘടനകളും ഉദയനിധിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം നിലനിന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉദയനിധി സ്റ്റാലിൻ്റെ പ്രതികരണത്തിനെതിരെ ആ വേദിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പ്രകടനങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിലാണ് നിയമപരമായി തന്നെ ഇതിനെ നേരിടാൻ തീരുമാനിക്കുകയും തഞ്ചാവൂർ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തത്. TVKയുടെ അഭിഭാഷക വിഭാഗവും അതോടൊപ്പം തന്നെ വനിതാ വിഭാഗവും നൽകിയ പരാതിയിലാണ് തഞ്ചാവൂർ പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുത്ത് ഇപ്പോൾ ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഉദയനിധി സ്റ്റാലിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഈ പ്രതിഷേധം ഇനിയും ശക്തിപ്പെടാനുള്ള സാധ്യതയും
നിലനിൽക്കുന്നുണ്ട്. ഈ സ്റ്റാലിന് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ DMK പാർട്ടിയിലെ പല പ്രവർത്തകർക്കെതിരെയും വിജയ് സർക്കാർ കള്ളക്കേസുകൾ എടുക്കുകയാണെന്നും അത്തരത്തിൽ കള്ളക്കേസ് എടുത്തുകൊണ്ട് അവരെ ജയിലിൽ അടയ്ക്കുന്നതിനാണ് ശ്രമിക്കുന്നത് എന്നുമുള്ള പ്രതിപക്ഷ വിമർശനം നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഉദയനിധി സ്റ്റാലിനെതിരെയും ഇത്തരത്തിൽ നടപടി ഉണ്ടാകുന്നത്, പ്രതിപക്ഷ നേതാവിനെതിരെയും നടപടി വരുന്നത്. അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് തന്നെ പോകുമെന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകുക. നിലവിൽ ചെന്നൈയിലെ വസതിയിൽ നിന്നും ചെന്നൈ പോലീസ് ആസ്ഥാനത്തേക്ക് ഉദയനിധിയെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം DMK പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. തൃശയെ അപമാനിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ ഉദയനിധി സ്റ്റാലിൻ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നും വേദിയിലുള്ളവരാണ് ഇത്തരത്തിൽ തൃശയുടെ പേര് വലിച്ചിഴച്ചതെന്നും ഉദയനിധി സ്റ്റാലിൻ കാവേരി നദിയെക്കുറിച്ചും ആ നദീതല പ്രശ്നങ്ങളെക്കുറിച്ചും വിജയ് സർക്കാർ നടത്തുന്ന ഏകപക്ഷീയമായ നിയമപരമായ വേട്ടയ്ക്കെതിരെയും ഒക്കെയുള്ള പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് എന്നുമൊക്കെയാണ് DMK ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും നിലവിൽ വലിയ പോലീസ് സുരക്ഷാ സന്നാഹത്തോടുകൂടി തമിഴ്നാടിൻ്റെ പ്രതിപക്ഷ നേതാവിനെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശ്യാമിലി.